ധ്യായേതാചാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിലല്ലോചനം നിരതാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയന്തു വേണ്ടു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമകഥാമൃതത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം നൽകുന്ന ജീവിത പാഠങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. കർക്കിടക ദിനങ്ങളിൽ പൂമുഖത്ത് സന്ധ്യാദീപത്തോടൊപ്പം രാമായണ വായനയ്ക്ക് തുടക്കമാകുമെന്ന് മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഭക്തിഭാവപ്രധാനമായ രാമായണം മലയാളികൾ വായിക്കുന്നത് ഭക്തിഭാവം ഉൾക്കൊണ്ടു തന്നെയാണ്. ആ ഭാവത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ മലയാളി തയ്യാറല്ല. എന്നാൽ എഴുത്തച്ഛൻ രാമായണത്തിൽ ഭക്തി മാത്രമല്ല ഉപദർശിച്ചത്. അദ്ദേഹം ഓരോ വരിയിലും പടർത്തി വീശിയ ഭക്തിഭാവത്തിൻ്റെ ഉള്ളിൽ മറ്റു നിരവധി രസഭാവങ്ങൾ ഉണ്ട്. ആ രസഭാവങ്ങളിൽ അന്തർലീനമായി ബന്ധങ്ങളുടെ പാരസ്പര്യമുണ്ട്. സീതയും രാമനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയായും രാമരാവണ യുദ്ധകഥയായും രാമപക്ഷത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഭക്തിയെ മാത്രം മുൻനിർത്തിയും വായിച്ചറിയേണ്ട ഒന്നല്ല രാമായണം. ഈ ആധ്യാത്മികതയുടെ ധമനികളിൽ ലൗകിക ബന്ധങ്ങളുടെ ചോരയോട്ടമുണ്ട്. വിളക്കിന് മുമ്പിൽ വെച്ച് രാമായണം വായിക്കുമ്പോൾ അതും മനസ്സിലാക്കണം. എന്നാലേ വായന സാർത്ഥകമാകും. രാമായണത്തിന് അനേകം സവിശേഷതകളുണ്ട്. ഏറ്റവും സവിശേഷതയായി തോന്നുന്ന ഒരു ഘടകം മനുഷ്യർക്കെന്ന പോലെ തന്നെ മറ്റുള്ള ജന്മപ്രകൃതികൾക്കും സമുന്നത സ്ഥാനം നൽകി പീഠമിട്ട് ആദരിച്ചു എന്നതാണ്. അതിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, രാക്ഷസരുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല മനസ്സുള്ളതെന്നും ഒഴിയാത വ്യഥയുടെ നിഴൽപ്പാടുകളും ആഹ്ലാദ വിഷാദ ഗതിവിഗതികളും രതിവിരതികളുമെല്ലാം ജന്മപ്രകൃതികൾക്കുണ്ടെന്നും അവയോടുള്ള പരസ്പര പൂരകമായ ഒരു ബന്ധത്തിലൂടെയല്ലാതെ ശക്തനായ മനുഷ്യന് പോലും ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയില്ലെന്നുമുള്ള കരുത്തുറ്റ ഒരു പ്രകൃതി പാഠമാണ് നിതാന്ത സത്യത്തിൻ്റെ നിലാവെളിച്ചം പോലെ രാമായണത്തിലൂടെ ആവിഷ്കൃതമാകുന്നത്. അച്ഛനും മകനും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ, സ്വാമിയും ദാസനും തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ, രാജാവും പടയാളികളും തമ്മിൽ, മനുഷ്യനും പക്ഷികളും തമ്മിൽ, വാനരനും നരനും തമ്മിൽ, ഇങ്ങനെ അനന്ത വൈചിത്ര്യങ്ങളായ സവിശേഷ ബന്ധങ്ങളുടെ ഒരു ലൗകിക ഗാഥയാണ് രാമായണം. ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞ് എങ്ങനെ മോക്ഷം നേടാമെന്ന ചോദ്യമല്ല രാമായണം ഉയർത്തുന്നത്. മറിച്ച്
ലൗകിക ജീവിതത്തിൽ എങ്ങനെ മോക്ഷം നേടാമെന്ന ചോദ്യമാണ് ഇതിലുള്ളത്. മനുഷ്യൻ താമരയെപ്പോലെ ജീവിക്കണമെന്ന് രാമായണം അനുശ്വാസിക്കുന്നു. ചേറിലും ചെളിയിലും വേര് താഴ്ത്തി ജീവിക്കുന്ന താമര, പക്ഷേ അതിൻ്റെ ഒരിലയിൽ പോലും ദുർഗന്ധമില്ല. ഇതളുകൾ വിടർത്തി ജലത്തിനുമീതെ തലയുയർത്തി നിൽക്കുകയാണ് താമര. മനുഷ്യനും അങ്ങനെ വേണം ജീവിക്കാൻ. നമ്മുടെ പരിതസ്ഥിതി എത്ര മോശമായാലും ദുർഗന്ധപൂരിതമായാലും ശരി, അതിൻ്റെ സ്പർശഗന്ധങ്ങൾ തെല്ലുപോലും മനസ്സിനും ശരീരത്തിനുമേൽക്കാതെ വ്യക്തിത്വത്തോടെ തല ഉയർത്തി നിൽക്കണം. ഇത്തരം വ്യക്തിത്വമുള്ള കഥാപാത്രമാണ് രാമായണത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവണനെ തന്നെ നോക്കൂ. അയാളുടെ അനുഭവമണ്ഡലങ്ങളും പ്രവൃത്തി പരിസരവും എത്രയോ മലീമസമാണ്. പക്ഷേ എത്ര ഉജ്ജ്വലമായിട്ടാണ് അയാൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. കിടയറ്റ യോദ്ധാവും പ്രതിഭാധനനായ കലാകാരനുമാണ് രാവണൻ. സംഗ്രാമത്തിൻ്റെ സംഹാര പ്രക്രിയയിൽ പോലും അയാൾ സൗന്ദര്യം കണ്ടെത്തുന്നു. വിധിയുടെ അനിവാര്യതയ്ക്കെതിരെയാണ് രാവണൻ പോരാടുന്നത്. അധർമ്മ പക്ഷപാതിയാണെങ്കിലും തൻ്റെ വിശ്വാസങ്ങളുടെ നിലപാടുതറയിൽ ശക്തമായി കാലുറപ്പിച്ചുകൊണ്ടാണ് രാവണൻ സ്വന്തം സ്വത്വശക്തിയും വ്യക്തിത്വവും തൻ്റെ ഇടത്തോടെ ഉയർത്തിക്കാട്ടുന്നത്. ഏകാകിയുടെ നിർഭയത്വമാണ് ആ വ്യക്തിത്വത്തിൻ്റെ കാതൽ. പരമാത്മാ യഥാരാമ പ്രാർത്ഥിതോ ബ്രഹ്മണാകില മാം ഹന്തും മാനുഷോ ഭൂത്വ യത്നാദിഹ സമാഗത. ഈശ്വരനായ രാമൻ മനുഷ്യരൂപത്തിൽ എന്നെ കൊല്ലാനായി വന്നതാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും അത് തന്നെ ചെയ്യും. സ്വന്തം മരണം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ സ്വകർത്തവ്യം നിർവഹിക്കുന്ന ആർജവം. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തികൾ പോലും അവരുടെ ചിത്തവൃത്തികളും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ചലനത്തിൻ്റെ വേഗത്തിൻ്റെ പ്രതീകമാണ് ജടായു. മറ്റൊരു ചലന പ്രതീകമായ വിമാനത്തിൽ വന്ന രാവണൻ ആ ചലന സ്വാതന്ത്ര്യത്തെ സ്വന്തം സ്വാതന്ത്ര്യ കാമനയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുകയാണ്. ജടായുവിൻ്റെ വേഗത്തെയും കരുത്തിനെയും അതിജീവിച്ച രാവണൻ പരാജയപ്പെടുന്നത് മാരുതിയുടെ വേഗത്തിൻ്റെയും കരുത്തിൻ്റെയും മുന്നിലാണ്. കബന്ധൻ മറ്റൊരുദാഹരണം. ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത, വലിയ വയറും വായും ഉള്ള അപൂർവ സൃഷ്ടി. ഇരയെ പിടിക്കാൻ ഏതുവരെയും നീളുന്ന കൈകളും തനിക്ക് അർഹതയില്ലാത്തതിനെ പോലും എത്തിപ്പിടിക്കുവാൻ വെമ്പുന്ന ആർത്തിയുള്ള ആധുനിക മാനവൻ്റെ ആസക്തിയുടെയും അധികാര തൃഷ്ണയുടെയും പ്രതീകമാണ് കബന്ധൻ. ഇത്തരത്തിൽ അനേകം കഥാപാത്രങ്ങളെ രാമായണ ഭൂമികയിൽ കാണാം. കർക്കടകവും രാമായണവും തമ്മിൽ എന്താണ് ബന്ധം? പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. കേരളീയൻ്റെ പഞ്ഞമാസമാണ് കർക്കടകം. പട്ടിണിയും ദുരിതവും രോഗവും അസ്വസ്ഥതകളുമെല്ലാം കൂടി ഒത്തൊരുമിച്ചു വരുന്ന പ്രതികൂലമായ ജീവിതാവസ്ഥകളുടെ ദിനങ്ങൾ. ഭദ്രമായ ബന്ധങ്ങൾ പോലും ശിഥിലമായി പോകുന്ന വാക്കും പ്രവൃത്തിയും ഇത്തരം പരിതസ്ഥിതികളിൽ മനുഷ്യനിൽ നിന്നുമുണ്ടാകും. മോഹഭംഗങ്ങൾ ചിലപ്പോൾ ഭോഗതൃഷ്ണയെയും വർദ്ധിപ്പിക്കും. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനാണ് ആധ്യാത്മികതയും ഭൗതികതയും തുല്യ അളവിൽ സംയോജിപ്പിച്ച രാമായണമെന്ന മഹാ ഔഷധം ഒരു രാസത്വരകമായി മനുഷ്യ മനസ്സിൽ പ്രതിപ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യജന്മം നൽകുന്ന എല്ലാ അവസ്ഥകളും രാമായണത്തിലുണ്ട്. രാമനും സീതയും ഏതാണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അവസ്ഥകളും പിന്നിടുന്നുമുണ്ട്. തുടർന്ന് എത്രയോ കഥാപാത്രങ്ങളാണ് അത്യന്തം വിരുദ്ധവും വൈവിധ്യങ്ങളുമായ ജീവിത പരിതാവസ്ഥകളെ സ്വകർമ്മത്തിലൂടെ തെളിയിച്ചു കാണിക്കുന്നത്. ആ ജീവിതപാതകളെ ശുദ്ധബുദ്ധിയ പാരായണം ചെയ്യുമ്പോൾ
വായനക്കാരനും ശ്രോതാവിനുമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ വിമലീകരണമാണ് കർക്കിടക ദിനങ്ങളിലൂടെ രാമായണം നിർവഹിക്കുന്ന മഹത്തായ ദൗത്യം. സാക്ഷാൽ ഭഗവാൻ അനുഭവിച്ചതിൻ്റെ അത്രയും കേവലം മനുഷ്യനായ താൻ അനുഭവിച്ചില്ലല്ലോ എന്ന തോന്നൽ ഓരോ രാമായണ വായന കഴിയുമ്പോഴും ഓരോ വായനക്കാരനും പകർന്നു കൊടുക്കാൻ കഴിയുമെന്നതാണ് രാമായണത്തിൻ്റെ സമകാലികമായിട്ടുള്ള പ്രസക്തി. ആ വിചാരം ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ആണ്. അന്യനെ അപകടത്തിൽപ്പെടുത്താനും ആത്മഹത്യ ചെയ്യാനും ഒരുങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കേവല മനുഷ്യന് കിട്ടുന്ന കൗൺസിലിംഗ് കൂടിയാണ് ഓരോ രാമായണ വായനയും. അതൊരു കർക്കിടകത്തിൽ കത്തിപ്പൊലിഞ്ഞു പോകുന്ന കേവല താരകമല്ല, മനുഷ്യനും പ്രകൃതിയും നിലനിൽക്കുന്നിടത്തോളം കാലം നീണ്ടു നിൽക്കുന്ന നിതാന്ത സത്യമാണ്. യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണീഗാഥ ലോകേഷു പ്രചരിഷ്യതി. ഈ പ്രപഞ്ചത്തിൽ പർവ്വതങ്ങളും നദികളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമായണ കഥയും ഈ ലോകത്തിൽ പ്രചരിക്കും. ഇതിനു പുറമെ ഭാഷാപരമായ ഒരു വൈകാരികത കൂടി മലയാളിക്ക് അധ്യാത്മ രാമായണത്തോടുണ്ട്. മലയാളിയുടെ നാവിനും മനസ്സിനും വഴങ്ങുന്ന ഒരു ഭാഷാശൈലിയിൽ രൂപം കൊണ്ട ആദ്യ കൃതി എഴുത്തച്ഛൻ്റെ രാമായണമാണ്. 16-ാം നൂറ്റാണ്ടിൽ അധ്യാത്മ രാമായണത്തെ ഉപജീവിക്കാൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ച അതേ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എല്ലാ വർഷവും ഒരു കർക്കടകത്തെ സാക്ഷി നിർത്തി മലയാളികൾ രാമായണത്തെ പുനർവായിക്കുന്നത്. ഈ പുനർവായനയാണ് രാമായണത്തെ ഒരു രാമൻ്റെ അയനത്തിൽ നിന്നും എല്ലാ മനുഷ്യരുടെയും അയനത്തിലേക്ക് പ്രത്യാനയിക്കുന്നത്. രാമായണത്തിൻ്റെ പഠനങ്ങളുമായി നാളെ വീണ്ടും രാമകഥാമൃതത്തിലൂടെ കേൾക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.